DCC മുൻ സെക്രട്ടറി ആണ്ടിയപ്പു ആലത്തൂരിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന കോൺഗ്രസ് നേതാക്കൾ. തന്നിഷ്ടപ്രകാരമാണ് ആണ്ടിയപ്പു പ്രവർത്തിച്ചത്. അതിനാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കോൺഗ്രസിന്റെ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പാർട്ടിയുടെ തീരുമാനങ്ങൾക്കെതിരെ നിന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. തോൽപ്പിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ഉദയകുമാർ, പാർലമെന്ററി പാർട്ടി നേതാവ് കേശവദാസ്, 4-ാം വാർഡ് മെമ്പർ മണി വാവുള്ളിപ്പതി, ശിവദാസൻ, ശാന്താശിവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിലാണ് ആരോപണമുന്നയിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരുന്നു വാർത്താസമ്മേളനം. അദ്ദേഹം ഏതാണ്ട് 3 വർഷത്തോളം കാലം സസ്പെൻഷൻ കാലാവധിയിൽ തന്നെ ഇരുന്നു. അതിനുശേഷം മണ്ഡലം പ്രസിഡന്റായ എന്നെയും പാർലമെന്ററി പാർട്ടി ലീഡറായ ശ്രീ കേശവദാസ് മാസ്റ്ററെയും നിരന്തരം എന്നെ ഒന്ന് തിരിച്ചെടുക്കണമെന്നും നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് നേരിട്ട് പറയുകയും KPCCക്കും DCCക്കും അദ്ദേഹം അപേക്ഷ കൊടുക്കുകയും അടിസ്ഥാനത്തിൽ ഞാനും പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ കേശവദാസ് മാസ്റ്ററുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുത്തത്. അതിനുശേഷം തിരിച്ചെടുത്ത ശേഷം അദ്ദേഹം നിരന്തരം പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കാതെ ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞ് പാർട്ടി പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാതെ ഏറ്റവും അവസാനം UDF സംസ്ഥാന കമ്മിറ്റി ഒരു ബഹിഷ്കരണ പരിപാടി ഉണ്ടായിരുന്നു. അതായത് വികസന സദസ്സ്, LDF സർക്കാർ. ആ വികസന സദസ്സിൽ നമ്മൾ അദ്ദേഹത്തോട് പങ്കെടുക്കേണ്ടതെന്ന് നേരിട്ടും എല്ലാവരും പറഞ്ഞിട്ടും അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ ആ വികസന സദസ്സിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം നമ്മളെ ഒന്നും സഹകരിക്കാതെ അയാൾ സ്വന്തമായ കാര്യങ്ങളായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാവശ്ശേരിയിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത് പൂർണ്ണമായും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളാണ്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ എല്ലാ 19 വാർഡിൽ യോഗം ചേർന്ന് ഐകകണ്ഠേനയാണ് ഈ പ്രാവശ്യം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത്. അതിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒന്നും ഇടപെട്ടില്ല. വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ചവരെ മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ച് ആ ശുപാർശ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകുകയും അവിടുന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്ഥാനാർത്ഥികളെ അംഗീകരിച്ച് തരികയും ചെയ്തത്. അതാണ് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഒരവടി ഇദ്ദേഹം പറയുന്നത് പേയ്മെൻറ്റ് സീറ്റാണ്. അങ്ങനെ അദ്ദേഹം തെളിയിച്ചാൽ ഞങ്ങൾ എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ഒരു പേയ്മെൻറ്റ് സീറ്റ് കൂടി ഇല്ല. വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ഐക്യകണ്ഠമായി വന്ന പേരുകൾ അംഗീകരിച്ച് തരിക മാത്രമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ ആർക്കെങ്കിലും കിട്ടിയ സൗഭാഗ്യമാണെന്ന് ആർക്കും കിട്ടിയില്ല. ഒരു പാർട്ടിക്കും കിട്ടാത്ത ആ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തി വഞ്ചിച്ചുകൊണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് എന്നെയാണ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നിരന്തരം കുറേ പ്രാവശ്യം നമുക്ക് അതിനൊരു മനോവിഷമം കൊണ്ട് അദ്ദേഹമായിട്ട് കുറച്ച് സമയമൊക്കെ അകന്നു നിന്നു. എന്തായാലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു നമ്മളെക്കാളും മൊത്തം ആളെന്നുള്ളതിൽ ആ ഒരു സ്നേഹം എനിക്ക് ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വിമർശനം, നിങ്ങളെന്തിനാ അദ്ദേഹത്തെ ഈ വഞ്ചിച്ചാളെയും കൊണ്ട് നടക്കുന്നെന്നുള്ള ഒരു വിമർശനം ഞാൻ ഒരുപാട് കേട്ടു. പക്ഷെ എന്നാലും നമ്മളൊരു ചെറിയൊരു എവിടേക്ക് നമുക്കൊരു ബഹുമാനം പിന്നെയും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഉള്ളിലൊരു കോൺഗ്രസ് ഉണ്ടാവുമല്ലോ അവരുടെ. പക്ഷേ അങ്ങനെ നിരന്തരം എൻ്റെ അടുത്തും അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റായ ശ്രീ ഉദയകുമാറിനും അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം പറയുന്നതിന് ഉദയകുമാറിനെ വെച്ചത് മണ്ഡലം പ്രസിഡന്റാക്കിയ ഞാനാണ്, മറ്റേ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റാക്കിയ ഞാനാണ്, ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ എന്തോ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇദ്ദേഹത്തിന്റെ ഒരു തറവാട് സ്വത്ത് പോലെയാണ് കണക്കാക്കിയെന്നുള്ള രീതിയിലാണ്. അത് ഇദ്ദേഹം പറഞ്ഞൊക്കെ കേൾക്കണം. ഞങ്ങളൊക്കെ മുകളിൽ ഇദ്ദേഹം ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നേതാവായിട്ടുണ്ടായിരിക്കുക. അവരെയൊക്കെ കൂടെ ഞങ്ങൾ നടക്കണം പറഞ്ഞാൽ അത്ര ഒരു ഗതികളൊന്നും ഉദയനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല. ആ ഗതികളൊന്നും കേശവദാസ് എന്നുള്ള എനിക്ക് ഇല്ല. തന്നെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെന്ന് ആണ്ടിയപ്പു നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.